ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 3, 2025 വ്യാഴാഴ്ച നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന കേരള PSCയുടെ ആയുർവേദ തെറാപ്പിസ്റ്റ് പരീക്ഷയുടെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം. ൽ നടത്തിയ ആയുർവേദ തെറാപ്പിസ്റ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും ഇന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം. പരീക്ഷ നടന്ന തീയതി 5/3/2022. മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 19/2022. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ മലയാളം. നെയിം ഓഫ് പോസ്റ്റ് ആയുർവേദ തെറാപ്പിസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ. കാറ്റഗറി നമ്പർ 256/2021. ആദ്യത്തെ ചോദ്യം, 18 വയസ്സായ വ്യക്തിക്ക് കഷായവസ്തി ദ്രവത്തിന്റെ അളവ്. ഓപ്ഷൻ എ 12 ഫലം, ഓപ്ഷൻ ബി 14 ഫലം, ഓപ്ഷൻ സി 10 ഫലം, ഓപ്ഷൻ ഡി 24 ഫലം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 24 ഫലം. രണ്ടാമത്തെ ചോദ്യം, ഏലം, ഇലവർങ്ങം, പച്ചില ഇവയെ ഒരുമിച്ച് ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ എ ത്രികടു, ഓപ്ഷൻ ബി ത്രിഫല, ഓപ്ഷൻ സി ത്രിജാതം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ത്രിജാതം. കഷായ കൽപ്പനകൾ എത്ര വിധം? മൂന്നാമത്തെ ചോദ്യമാണ്. ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 7. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ 5. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം. നാലാമത്തെ ചോദ്യമാണ്. ഓപ്ഷൻ എ 206, ഓപ്ഷൻ ബി 306, ഓപ്ഷൻ സി 107, ഓപ്ഷൻ ഡി 410. നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ 206. അഞ്ചാമത്തെ ചോദ്യം, ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഓപ്ഷൻ എ ഊർവാസ്ഥി, ഓപ്ഷൻ ബി പ്രകണ്ഠാസ്ഥി, ഓപ്ഷൻ സി അക്ഷകാസ്ഥി, ഓപ്ഷൻ ഡി ജംഗാസ്ഥി. അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഊർവാസ്ഥി. ചൂടുപിടിപ്പിച്ച വസ്ത്രം കൊണ്ട് വിയർപ്പിക്കുന്നത്. ഓപ്ഷൻ എ താപസ്വേദം, ഓപ്ഷൻ ബി ഉപനാഹസ്വേദം, ഓപ്ഷൻ സി ഊഷ്മസ്വേദം, ഓപ്ഷൻ ഡി ദ്രവസ്വേദം. ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ താപസ്വേദം. ഏഴാമത്തെ ചോദ്യം, രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം. ഓപ്ഷൻ എ തെർമോമീറ്റർ, ഓപ്ഷൻ ബി ബാരോമീറ്റർ, ഓപ്ഷൻ സി സ്പൈറോമീറ്റർ, ഓപ്ഷൻ ഡി സ്പിഗ്മോമാനോമീറ്റർ. ഏഴാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സ്പിഗ്മോമാനോമീറ്റർ. എട്ടാമത്തെ ചോദ്യം, ഡാഷ് ഔഷധത്തെ കൽക്കം എന്ന് പറയുന്നു. ഓപ്ഷൻ എ ചതച്ചു പിഴിഞ്ഞുണ്ടാക്കുന്നത്, ഓപ്ഷൻ ബി അരച്ചു വെള്ളത്തിൽ കലക്കുന്നത്, ഓപ്ഷൻ സി പൊടിച്ചെടുക്കുന്നത്, ഓപ്ഷൻ ഡി ചതച്ചു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ടിരുന്ന് പിഴിഞ്ഞെടുക്കുന്നത്. എട്ടാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അരച്ചു വെള്ളത്തിൽ കലക്കുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, ക്ലേദക കഫത്തിന്റെ സ്ഥാനം. ഓപ്ഷൻ എ ആമാശയം, ഓപ്ഷൻ ബി ശിരസ്, ഓപ്ഷൻ സി സന്ധികൾ, ഓപ്ഷൻ ഡി ഉരസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആമാശയം. പത്താമത്തെ ചോദ്യം,
ഖണ്ഡൂഷം എത്ര വിധം? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 2. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 4. തക്രധാരയിൽ തക്രം നിർമ്മിക്കുന്നതിന് താഴെ പറയുന്നവയിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ കടുക്ക, ഓപ്ഷൻ ബി താനിക്ക, ഓപ്ഷൻ സി വെളുത്തുള്ളി, ഓപ്ഷൻ ഡി നെല്ലിക്ക. 11ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നെല്ലിക്ക. വാഗ്ഭടന്റെ അഭിപ്രായ പ്രകാരം മർശനസ്യത്തിന്റെ ശ്രേഷ്ഠമാത്ര എത്ര? ഓപ്ഷൻ എ ദശബിന്ദു, ഓപ്ഷൻ ബി അഷ്ടബിന്ദു, ഓപ്ഷൻ സി ഷഡ്ബിന്ദു, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. 12ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദശബിന്ദു. 13ാമത്തെ ചോദ്യം പിത്തത്തിന്റെ വിശേഷ സ്ഥാനം. ഓപ്ഷൻ എ ആമാശയം, ഓപ്ഷൻ ബി രസധാതു, ഓപ്ഷൻ സി നാഭി, ഓപ്ഷൻ ഡി ദർശനേന്ദ്രിയം. 13ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി നാഭി. 14ാമത്തെ ചോദ്യം വീര്യം എത്ര വിധമുണ്ട്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 9. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 2. ക്ഷീരധൂമം. ഓപ്ഷൻ എ സ്വേദനകർമ്മം, ഓപ്ഷൻ ബി സ്നേഹനകർമ്മം, ഓപ്ഷൻ സി പഞ്ചകർമ്മം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. 15ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ സ്വേദന കർമ്മം. 16ാമത്തെ ചോദ്യം നസ്യം പ്രയോഗിക്കാൻ പാടില്ലാത്തവർ. ഓപ്ഷൻ എ 7 വയസ്സിന് താഴെ പ്രായമുള്ളവനിൽ, ഓപ്ഷൻ ബി 18 വയസ്സ് തികയാത്തവനിൽ, ഓപ്ഷൻ സി 80 വയസ്സ് കഴിഞ്ഞവർ, ഓപ്ഷൻ ഡി ANC. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ANC. 7 വയസ്സിന് താഴെ പ്രായമുള്ളവരും 80 വയസ്സ് കഴിഞ്ഞവർക്കും നസ്യം പ്രയോഗിക്കാൻ പാടില്ല. 17ാമത്തെ ചോദ്യം വ്യാനവായുവിന്റെ കർമ്മം ഏതാണ്? വ്യാനവായുവിന്റെ കർമ്മം ഏതാണ്? ഓപ്ഷൻ എ ക്ഷവതു, ഓപ്ഷൻ ബി സ്റ്റീവനം, ഓപ്ഷൻ സി വാക്പ്രവർത്തി, ഓപ്ഷൻ ഡി ശരീരം മുഴുവനും സഞ്ചരിക്കും. 17ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ശരീരം മുഴുവനും സഞ്ചരിക്കും. 18 ചെറു ചൂടുവെള്ളം കൊണ്ടുള്ള ഖണ്ഡൂഷത്തിന്റെ ഗുണം. ഓപ്ഷൻ എ ദാഹപ്രശമനം, ഓപ്ഷൻ ബി വായുലഘുത്വം, ഓപ്ഷൻ സി ദൗർഗന്ധ്യനാശനം, ഓപ്ഷൻ ഡി കഫവൃദ്ധി ശമനം. 18ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വായുലഘുത്വം. 19ാമത്തെ ചോദ്യം ഏത് ആചാര്യനാണ് ധമനീമർമ്മത്തെ കുറിച്ച് പറയുന്നത്? ഓപ്ഷൻ എ വാഗ്ഭടൻ, ഓപ്ഷൻ ബി ഡൽഹണൻ, ഓപ്ഷൻ സി ചരകൻ, ഓപ്ഷൻ ഡി സുശ്രുതൻ. 19ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ വാഗ്ഭടൻ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഓപ്ഷൻ എ ഉമിനീർ ഗ്രന്ഥികൾ, ഓപ്ഷൻ ബി ആഗ്നേയ ഗ്രന്ഥി, ഓപ്ഷൻ സി കരൾ, ഓപ്ഷൻ ഡി വൃക്ക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി കരൾ. അഭ്യംഗം കൊണ്ടുള്ള ഗുണം എന്താണ്? ഓപ്ഷൻ എ അജീർണം, ഓപ്ഷൻ ബി വാതവർദ്ധനം, ഓപ്ഷൻ സി വാതശമനം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ സി വാതശമനം. അന്തസ്രോതസ്സുകൾ എന്തെല്ലാം? അന്തസ്രോതസ്സുകൾ എത്ര വിധം? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 9, ഓപ്ഷൻ ഡി 13. 22ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 13. 23ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ പഞ്ചകർമ്മത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ സ്വേദനം, ഓപ്ഷൻ ബി വിരേചനം, ഓപ്ഷൻ സി വസ്തി, ഓപ്ഷൻ ഡി വമനം. 23ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ സ്വേദനം. 24ാമത്തെ ചോദ്യം പിത്താധിക്യത്തിൽ
ജഠരാഗ്നിയുടെ അവസ്ഥ. ഓപ്ഷൻ എ മന്ദം, ഓപ്ഷൻ ബി സമം, ഓപ്ഷൻ സി തീക്ഷണം, ഓപ്ഷൻ ഡി വിഷമം. 24ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി തീക്ഷണം. 25ാമത്തെ ചോദ്യം. വൃക്കകളുടെ ധർമ്മപരമായ അടിസ്ഥാന ഘടകങ്ങളാണ്. ഓപ്ഷൻ എ നെഫ്രോണുകൾ, ഓപ്ഷൻ ബി ന്യൂറോണുകൾ, ഓപ്ഷൻ സി മൈറ്റോകോൺട്രിയ, ഓപ്ഷൻ ഡി ആക്സോണുകൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ നെഫ്രോണുകൾ. ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ നോക്കുന്നത് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇന്ന് 1 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇനി അടുത്ത 25 ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. ചാനൽ തുടർന്നും ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.